ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ 6 സന്ധ്യകളിലും നമ്മൾ ഒരേ വിഷയമാണ് ചിന്തിച്ചത്, കർമ്മത്തെ സംബന്ധിച്ച്. എന്താണ് കർമ്മം? എന്തുകൊണ്ട് നാം കർമ്മത്തെക്കുറിച്ച് സൂക്ഷ്മമായി വിചാരം ചെയ്യണം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഗീതയിൽ ഒരിടത്ത് പറയും, ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. ക്ഷിപ്രം ഹി മാനുഷേ ലോകേ സിദ്ധിർഭവതി കർമ്മജ. മനുഷ്യലോകത്തിൽ കർമ്മജനിതമായ സിദ്ധി പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നു എന്ന്. കർമ്മജനിതമായ സിദ്ധി മനുഷ്യലോകത്തിൽ പെട്ടെന്ന് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും തന്നെ തദനുസൃതമായ ഫലം ഉടൻ വന്നു ചേരുന്നു എന്ന് മാത്രമല്ല, മനുഷ്യന്റെ പ്രഥമമായ സവിശേഷത തൻ്റെ മുന്നിൽ വരുന്ന സാധ്യതകളെ അപഗ്രഥിച്ച് അതിൽ നിന്ന് തെരഞ്ഞെടുക്കുക എന്നതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ഒന്നിലധികം സാധ്യതകളെ ശരിക്ക് നിരൂപണം ചെയ്ത് ഏതാണ് കർത്തവ്യമെന്നും ഏത് അകർത്തവ്യമെന്നും നിശ്ചയിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. എന്തിനെ നാം തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതഗതി. അതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് നല്ലപോലെ അറിയണം. ഈ വിഷയം ഭഗവാൻ സ്പഷ്ടമാക്കിയത് നാം ചിന്തിച്ചു തുടക്കത്തിൽ തന്നെ. കർമ്മണോ ഹി അപി ബോധവ്യം ബോധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോധവ്യം ഗഹന കർമ്മണോ ഗതി. കർമ്മത്തിന്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, വികർമ്മത്തിന്റെ തത്വം അറിയപ്പെടേണ്ടതാണ്, അകർമ്മത്തിന്റെ തത്വവും അറിയപ്പെടേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനമാണ്. സ്ഥൂലമായി ബാഹ്യമായി കാണുന്ന പോലൊന്നുമല്ല. അതുകൊണ്ട് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ശരിക്ക് വേർതിരിച്ചറിയണം. ആ നിലയ്ക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. അവിടെ കരണങ്ങളെ കൊണ്ട്, ബാഹ്യകരണങ്ങളെ കൊണ്ടും അന്തഃകരണങ്ങളെ കൊണ്ടും നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും അതത് സമയത്ത് അനുരൂപമായ സംസ്കാരം രൂപപ്പെടുന്നു എന്ന് നാം ചിന്തിച്ചു. ഈ സംസ്കാരം വാസനയായി പരിണമിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. വാസനാ പ്രേരിതരായി വീണ്ടും കർമ്മം ചെയ്തേ മതിയാവും. അങ്ങനെ കർമ്മചക്രം
കർമ്മം, സംസ്കാരം, വാസന, കർമ്മം, സംസ്കാരം, വാസന എന്ന രൂപത്തിൽ മുന്നോട്ട് കറങ്ങും. ഈ കറക്കത്തിൽ നാം പെട്ടുഴലും. എന്ത് മാർഗം ഇപ്രകാരം ബന്ധിക്കപ്പെടാതിരിക്കാൻ? അവിടെയാണ് എന്താണ് കർമ്മബന്ധനം എന്ന് നമ്മൾ ഒന്നുകൂടി അപഗ്രഥിച്ചത്. വാസ്തവത്തിൽ കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നത്, മറിച്ച് കർമ്മങ്ങളിലുള്ള മമത്വമാണ്, എൻ്റെ എന്ന ഭാവനയാണ്. ഇതിൻ്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു. എൻ്റെ എന്നുള്ളതിൽ എന്തർത്ഥമാണുള്ളത്? അല്പം വിചാരം ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും, ഒരർത്ഥമില്ല. ഇത് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമായില്ല. കർമ്മം, ഫലം ഇവയെക്കുറിച്ചുള്ള അപഗ്രഥനം നാം ചെയ്തു. അവിടെ കർമ്മത്തിൽ നമുക്ക് പൂർണ്ണമായ അധികാരമുണ്ടെന്നും ഫലത്തിൽ നമുക്ക് ഒരധികാരവും ഇല്ലെന്നും. അധികാരം എന്ന് പറയുമ്പോൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും അന്യഥാ ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം നമുക്ക് കർമ്മത്തിലുണ്ട്, പക്ഷെ ഫലത്തിലില്ല. ഇതാണ് പരമാർത്ഥം. കർമ്മണ്യേവ അധികാരസ്തേ മാ ഫലേഷു കദാചന. മാ ഫലേഷു കദാചന. ഒരിക്കലും തന്നെ ഫലങ്ങളിൽ നമുക്ക് അധികാരമില്ല, കർമ്മത്തിലേ ഉള്ളൂ. ഇത് മനസ്സിലാക്കി കുശലതയോടുകൂടി കർമ്മം ചെയ്യാം. അതാണ് കർമ്മയോഗം. ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്യാം, ഏത് മേഖലയിലുള്ളതായാലും. അതിനാൽ ബന്ധിക്കപ്പെടാതിരിക്കുക. അതിനെ യോഗ കർമ്മസു കൗശലം എന്ന് പറയും. ഇവിടെ കർമ്മയോഗത്തെക്കുറിച്ച് ചിന്തിച്ച നമ്മൾ ശരി, ഫലത്തിൽ നമുക്ക് അധികാരമില്ലെന്നത് മനസ്സിലാക്കി. കർമ്മയോഗം ഫലകാംക്ഷയില്ലാതെ ചെയ്യുന്നതാണെന്നും മനസ്സിലാക്കി. പക്ഷേ അങ്ങനെയാണെങ്കിലും വ്യത്യസ്ത മേഖലകളിൽ ലൗകികമായും വൈദികമായുമുള്ള കർമ്മങ്ങളെ നിർവഹിച്ചുകൊണ്ട്, അഥവാ നിർവഹിക്കാൻ ബാധ്യതപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണല്ലോ. അപ്പൊ ചെയ്തേ മതിയാവും. പക്ഷെ ചെയ്യുമ്പോൾ അറിയാതെ ഫലകാമന വന്നു ചേരുന്നു. അറിയാം ഫലത്തിൽ എനിക്ക് നേരെ അധികാരമില്ല എന്നുള്ളത്. എങ്കിൽ തന്നെയും കർമ്മനിർവഹണ സമയത്ത് അറിയാതെ മമത്വ ചിന്ത, ഫലകാമന വന്നു ചേരുന്നു. എങ്ങനെ ഇതിനെ അതിക്രമിക്കാം? അവിടെ ഫലാസക്തി കൂടാതെ കർമ്മം ചെയ്യുന്നതാണ് കർമ്മയോഗം എങ്കിലും അത് താത്വികമായി പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമില്ല. അതിനെ സാക്ഷാത്കരിക്കണം, നേടണം. അതിനുള്ള ഉപായം നാം ചിന്തിച്ചു. ഈശ്വരാർപ്പണ ബുദ്ധിയാ കർമ്മം ചെയ്യൂ. നമ്മുടെ കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി മനസ്സിലാക്കി തൻ്റെ കർമ്മത്താൽ ഈശ്വരാർപ്പണം ചെയ്യൂ, ഈശ്വര പൂജ ചെയ്യൂ. അങ്ങനെ സ്വന്തം കർമ്മം അതെന്തോ ആവട്ടെ, ഏത് മേഖലയിലുള്ളതോ ആവട്ടെ, ഈശ്വരാർപ്പണ ഭാവത്തോടെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി അതിൽ നിന്ന് സിദ്ധമാകുന്ന ഫലം പ്രസാദമാണ്. പ്രസാദം ഒരിക്കലും നമ്മളെ ബന്ധിക്കില്ല. എങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധി നേടാം? അവിടെ നാം ചിന്തിച്ചു, ഈ പ്രപഞ്ചത്തിൽ അണു മുതൽ ബ്രഹ്മാണ്ടം വരെ സർവത്തിലും നിരന്തരം നടക്കുന്ന കർമ്മ വ്യാപാരത്തെ ഒന്ന് നിരീക്ഷിക്കുക. നിരന്തരം സൂക്ഷ്മാതിസൂക്ഷ്മമായ ഒരു അണുകണം മുതൽ സ്ഥൂലാതിസ്ഥൂലമായ സമ്പൂർണ്ണ പ്രപഞ്ചം വരെയും അവിരാമം കർമ്മങ്ങൾ നടക്കുകയാണ് ഒരു നിയമക്രമത്തിനനുസരിച്ച്. സാന്ദർഭികമായി പറയട്ടെ,
ആ നിയമത്തിനാണ് നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മം എന്ന ഒരു നിയമക്രമത്തിനനുസൃതമായി അവിരാമം നിരന്തരം കർമ്മങ്ങൾ നടക്കുകയാണ്. അങ്ങനെയുള്ള സമഷ്ടിയിലെ മഹാകർമ്മങ്ങളുടെ ചെറിയൊരു പങ്കാണ് ഞാൻ, നീ, നമ്മുടെ കർമ്മം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് ഈശ്വര പൂജ ചെയ്യാൻ ഉള്ള മനോഭാവം നമുക്ക് ലഭിക്കുന്നു. അപ്പൊ വീണ്ടും അവിടെ പ്രശ്നം വന്നു. ശരി, സമ്മതിച്ചു. ഇങ്ങനെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യുമ്പോഴും ജീവിതത്തിൽ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്ന നമുക്ക് കർമ്മത്തിലൂടെ വിജയം പ്രാപിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. ബന്ധിക്കപ്പെടരുതെന്നത് ശരി തന്നെ. പക്ഷെ ഓരോ മേഖലയിലും വിജയം അനിവാര്യമാണ്. എങ്ങനെ ഈ വിജയത്തെ നേടാം? അപ്പോഴാണ് കർമ്മതന്ത്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. കർമ്മം എങ്ങനെയാണ് സിദ്ധമായി തീരുന്നത്? അവിടെ പ്രധാനമായി സകല കർമ്മങ്ങളെ സംബന്ധിച്ചും അധിഷ്ഠാനവും കർത്താവും കരണങ്ങളും ചേഷ്ടകളും പിന്നെ അഞ്ചാമതായി ദൈവവും, ഈ 5 ഘടകങ്ങളുടെ ചേർച്ചയിൽ നിന്നാണ് സകല കർമ്മങ്ങളുടെയും സിദ്ധി ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. ഓരോന്നും ക്രമീകൃതമാകണം. ഈ പറയുന്ന ഘടകങ്ങൾ, ഇതിൽ അധിഷ്ഠാനം, കർത്ത, കരണം, ചേഷ്ടകൾ എന്നിവ നമുക്ക് ഇപ്പോൾ തന്നെ ബുദ്ധിപൂർവം ക്രമീകരിക്കാവുന്നതാണ്. ദൈവമാകട്ടെ ഇന്നലെകളിലെ നമ്മുടെ കർമ്മത്തിന്റെ ഫലരൂപമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കർമ്മങ്ങളിലൂടെ അതിനെ സ്വാധീനിക്കാം. ഇന്നത്തെ കർമ്മങ്ങളിലൂടെ ദൈവത്തെ സ്വാധീനിക്കാം എന്നല്ല, നാളത്തെ ദൈവത്തെ ഇന്നു നമ്മൾ ഉണ്ടാക്കുകയാണ്. ഈ തിരിച്ചറിവോടുകൂടി നമുക്ക് കർമ്മം ചെയ്യാം. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ചയിൽ വന്നത് വ്യത്യസ്തങ്ങളായ ക്രിയകളിലൂടെ കർത്താവ് വ്യത്യസ്തങ്ങളായ ഫലങ്ങളെ ഇച്ഛിക്കുന്നു. ലൗകികവും വൈദികവുമായ കർമ്മങ്ങളിലൂടെ ഒരു ഫലമല്ല, പല ഫലങ്ങളാണ്. അപ്പൊ അതത് കർമ്മത്തിന്റെ വിജയം എന്ന് പറയുമ്പോൾ അതത് ക്രിയകളാൽ ഉദ്ദേശിക്കപ്പെടുന്ന ഫലപ്രാപ്തിയാണ്. അത് വിഭിന്നമാണ്. എങ്കിൽ തന്നെയും എത്ര വിഭിന്നങ്ങളായ ഫലങ്ങളും ആവട്ടെ ഇച്ഛിക്കപ്പെടുന്നത്, എത്ര വിഭിന്നങ്ങളായ ഫലങ്ങൾ ആവട്ടെ ഇച്ഛിക്കപ്പെടുന്നത്, എല്ലാവരും സുഖം ഇച്ഛിക്കുന്നു. സുഖം വേണം. ഈ സുഖം എങ്ങനെ പ്രാപിക്കുന്നു? അവിടെയാണ് നമ്മൾ ഗുണങ്ങളെക്കുറിച്ചും ഗുണകാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചത്. സുഖം എന്നുള്ളത് സത്വകാര്യമാണ്. രജസിന്റെ കാര്യം ദുഃഖവും തമസിന്റെ കാര്യം മോഹവുമാണ്. അതുകൊണ്ട് സുഖം ഇച്ഛിക്കുന്നുവെങ്കിൽ, വെറുതെ ഇച്ഛിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സുഖം ഇച്ഛിക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മളിലെ കർത്താവിനെ സാത്വികനാക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മം സാത്വികമാവണം. അപ്പോൾ എന്താണ് സാത്വിക കർമ്മം? ആരാണ് സാത്വിക കർത്താവ്? ഈ വിഷയങ്ങൾ വളരെ പ്രാധാന്യേന നമ്മൾ ചിന്തിച്ചു. ഇങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രമികമായി പല വിഷയങ്ങളെ നമ്മൾ പര്യാലോചിച്ചു. അങ്ങനെ കർമ്മവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ
7 ദിവസമല്ല 700 ദിവസം ഒത്തുകൂടിയാലും തീരില്ല. അത്രക്കേറെ വിപുലമായ മേഖലയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് നമ്മൾ അറിഞ്ഞേ മതിയാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ ചെയ്യുന്നതിനെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റൂ. വേറെ ഒരാൾ ചെയ്യുന്നതിനെയും ഒരു ചെയ്തിയെയും നമുക്ക് ക്രമീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജന്മലക്ഷ്യം, നമ്മുടെ സുഖദുഃഖാദി പ്രാപ്തി, നമ്മുടെ ഭാവി എല്ലാം തന്നെ കർമ്മങ്ങളിലൂടെ നമ്മളാണ് നിശ്ചയിക്കേണ്ടത്, പ്രാപിക്കേണ്ടത് എന്നതുകൊണ്ട് കർമ്മത്തെക്കുറിച്ച് അവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. 700 ദിവസം ഒത്തുകൂടിയും നമ്മൾ അറിയണം. ചില സൂചനകൾ മാത്രം പറയാനേ ഇവിടെ സാധിക്കും. ഇത്രയും ചിന്തിച്ചതിൻ്റെ ഒരു സാരം എന്ന രീതിയിൽ ഒരു വാക്യം ഗീതയിലുള്ളത് പറയാം. ഇത്രയും ചിന്തിച്ചതിൻ്റെ സാരഭൂതമായിട്ട് യോഗസ്ഥ കുരു കർമാണി, യോഗസ്ഥ കുരു കർമാണി. ഇതാണ് ശ്ലോകം മുഴുവനാണെങ്കിൽ സംഗം ത്യക്ത്വാ ധനഞ്ജയ എന്നാണ്. സിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത എന്ന് വരും. പക്ഷെ ഈ ഒരു വാക്ക് യോഗസ്ഥ കുരു കർമാണി, യോഗസ്ഥനായിട്ട് നീ കർമ്മങ്ങളെ ചെയ്യൂ, യോഗസ്ഥനായിട്ട് കർമ്മങ്ങളെ ചെയ്യൂ. കുരു കർമാണി, കർമ്മങ്ങളെ നീ ചെയ്യൂ. കർമ്മങ്ങളെ എന്ന് പറഞ്ഞതുകൊണ്ട് ലൗകികങ്ങളും വൈദികങ്ങളുമായ സകല കർമ്മങ്ങളെയും, ഒരു കർമ്മത്തെയും ഒഴിവാക്കണ്ട, നീ കർമ്മങ്ങളെ ചെയ്യൂ. കുരു ചെയ്യൂ, നീ ചെയ്യൂ. നമ്മളെല്ലാവരും ചെയ്തിരിക്കണം. നമുക്ക് അധികാരമുള്ളത് കർമ്മത്തിലാണ്, കർമ്മം ചെയ്തിരിക്കുക. ഫലചിന്തയിൽ നമുക്ക് അധികാരമില്ല, ഫലചിന്ത വെടിയുക. ഫലചിന്ത വെടിയാൻ സാധിക്കുന്നില്ലല്ലോ, ഈശ്വരാർപ്പണ ബുദ്ധിയെ സമാർജിക്കുക. ഈശ്വരാർപ്പണ ബുദ്ധി എങ്ങനെ നേടാം? പ്രപഞ്ചത്തിലെ മഹാകർമ്മത്തെ നിരൂപണം ചെയ്യാം. എങ്ങനെയെങ്കിലും നീ നിന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തെ ചെയ്തേ മതിയാവും. എങ്ങനെ? യോഗസ്ഥനായിട്ട്. യോഗം സമത്വബുദ്ധിയാണെന്നും യോഗം കർമ്മങ്ങളിലുള്ള കൗശലമാണെന്നും, അതായത് ചെയ്യാനുള്ളതൊക്കെ ചെയ്യുകയും ഫലത്താൽ ബന്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്ന കൗശലമാണ് യോഗം. കർമ്മത്തിന്റെ സിദ്ധിയിലും അസിദ്ധിയിലും നഷ്ടപ്പെടാത്ത സമത്വമാണ് യോഗം. ചെയ്യാനുള്ളത് ചെയ്യുന്നു, ഫലം സിദ്ധമാവട്ടെ സിദ്ധമാവാതിരിക്കട്ടെ, അതിനാൽ ബാധിക്കപ്പെടാതെ, ചഞ്ചലപ്പെടാതെ, യാതൊരു ഭേദവുമില്ലാതെ സ്വച്ഛ ബുദ്ധിയോടുകൂടി ചെയ്യാനുള്ളത് ചെയ്യുന്നതാണ് യോഗം. ഈ യോഗസ്ഥനായിട്ട് നീ കർമ്മം ചെയ്യൂ. സാധാരണഗതിയിൽ നമ്മൾ ലോകസ്ഥന്മാരായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. ലോകസ്ഥൻ എന്നുള്ളത് മാറി യോഗസ്ഥനായി ചെയ്യുകയാണ് ആവശ്യം. ലോകസ്ഥൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകബദ്ധൻ. ലോകം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. ലോകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കാണപ്പെടുന്നത്. ലോക്യത്തെ, ദൃശ്യത്തെ, ലോക്യത്തെ, ലോക്. ഇംഗ്ലീഷിലാവുമ്പോൾ ലുക്കായി, ഒന്ന് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ലോക്യതേതി, കാണപ്പെടുന്നത് എന്തോ, അതാണ് ലോകം. ഇപ്പൊ ലോകസ്ഥനായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. കാണപ്പെടുന്ന വിഷയങ്ങളിൽ ബദ്ധരായിട്ട്, അനുഭവിക്കുന്ന ഫലങ്ങളാൽ മാത്രം ബദ്ധരായിട്ട്, അവൻ എങ്ങനെയുണ്ട്, ഇവൻ എങ്ങനെയുണ്ട്, അവൻ എന്ത് പറയും, ഇവൻ എന്ത് പറയും, ഞാൻ ചെയ്യുന്ന കർമ്മത്തെക്കുറിച്ച് അവന്റെ അഭിപ്രായം എന്ത്, അവളുടെ അഭിപ്രായം എന്ത്, ഇങ്ങനെ ലോകസ്ഥന്മാരായിട്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം
കർമ്മത്തിലൂടെ സുഖദുഃഖങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നു. കാരണം അത് ലോകത്തിൻ്റെതാണ്. ലോകത്തിൽ സുഖദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ വയ്യ, മാനാപമാനങ്ങൾ ഇല്ലാതാക്കാൻ വയ്യ. അതുകൊണ്ട് ലോകസ്ഥനായി നമ്മൾ കർമ്മം ചെയ്യുന്ന കാലത്തോളം നമുക്ക് സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ ഉണ്ടാവും. ഇവിടെയാണ് ഭഗവാൻ പറയുന്നത്, നിന്റെ മനോഭാവം ഒന്ന് മാറ്റൂ. ചെറിയൊരു മനോഭാവത്തിലുള്ള പരിവർത്തനം അതേ വേണ്ടൂ. യോഗസ്ഥനായി ചെയ്യൂ, യോഗത്തിൽ സ്ഥിതനായി ചെയ്യൂ. അതോടുകൂടി ഇന്നലെ വരെ നമ്മളെ നിബന്ധിച്ചിരുന്ന കർമ്മങ്ങൾ ഇന്ന് നിബന്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, കൂടുതൽ 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 ചിത്തശുദ്ധികരങ്ങളായി തീരുന്നു. അങ്ങനെ ചിത്തശുദ്ധികരമാകുമ്പോൾ കർമ്മം, നമ്മൾ ഏത് കർമ്മം ചെയ്യുകയാണെങ്കിലും അത് സ്വാഭാവികമായി യജ്ഞമായി പരിണമിക്കുന്നു. കർമ്മത്തെ സംബന്ധിച്ച് നമ്മുടെ വീക്ഷണം മാറും. നമ്മുടെ കർമ്മം യജ്ഞമായി മാറും. ഈ ഒരു മനോഭാവം ഇല്ലെങ്കിൽ യജ്ഞം എന്ന് പേരിട്ട് വിളിച്ചാലും യജ്ഞമാവില്ല. എന്നാൽ യോഗസ്ഥനായി കർമ്മം ചെയ്യുന്ന സമയത്തോ സ്വാഭാവികമായി നമ്മുടെ കർമ്മം യജ്ഞമായി മാറും. നമ്മുടെ ജീവിതം യജ്ഞമയമായി മാറും. യജ്ഞമയമായ ജീവിതം നാം നയിക്കുമ്പോൾ നമുക്ക് ശാന്തിയാണ്, നമുക്ക് സമാധാനമാണ് എന്നല്ല, യജ്ഞമാണ് ഈ പ്രപഞ്ച വ്യവസ്ഥയെ താങ്ങി നിർത്തുന്നത്. കാരണം നമ്മളൊക്കെ സഹയജ്ഞന്മാരാണ്. ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവരാശികളും സഹയജ്ഞന്മാരാണ്. ഒരു മന്ത്രം എപ്പോഴും ഓർമ്മിക്കുക. ഗീതയിലെ ഒരു വാക്യമാണ് സഹയജ്ഞാഃ പ്രജാഃ. സഹയജ്ഞാഃ പ്രജാഃ. സഹയജ്ഞാഃ പ്രജാഃ. പ്രജകളെല്ലാം ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ. ഇനി ബ്രഹ്മാവിനേക്കാൾ മേപ്പെട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് ഗണിച്ചോളൂ. പുൽക്കൊടിക്ക് കീഴ്പ്പെട്ട് നമുക്ക് പലതിനെയും ഇന്നറിയാം. ഏകകോശ ജീവികളെയോ അല്ലെങ്കിൽ ജീവന്റെ ഒരു സ്പന്ദനം മാത്രമുള്ള അതിസൂക്ഷ്മ കണികകളെയോ ഒക്കെ നമുക്കിന്നറിയാം. അതുവരെ എടുത്തോളൂ. ഇപ്പൊ ബ്രഹ്മാവ് മുതൽ വൈറസ് വരെ സകലവും ഒരു മഹായജ്ഞത്തിലെ കണ്ണികളാണ്, ഒരു മഹായജ്ഞത്തിലെ പങ്കാളികളാണ്. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവുക. ഈ കാഴ്ചപ്പാട് ഇതാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനും വ്യക്തികളുടെ ശാന്തിക്കും ഒക്കെയൊക്കെ അനിവാര്യമായത്. ഒരു പുൽക്കൊടി പോലും നമ്മളെ അനുഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാത്തത്ര സൂക്ഷ്മങ്ങളായ സസ്യങ്ങളും സൂക്ഷ്മങ്ങളായ ജന്തുക്കളും നമ്മെ അനുഗ്രഹിക്കുന്നു അഥവാ സ്വാധീനിക്കുന്നു. നമ്മൾ അവയെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നമ്മളെല്ലാം സഹയജ്ഞന്മാരാണ്. ഈ തിരിച്ചറിവുണ്ടാവണം. സഹയജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധ്വം യേശവോസ്തിഷ്ഠ കാമധുഃഖ്. സഹയജ്ഞന്മാരായി സകല പ്രജകളെയും രൂപപ്പെടുത്തി പ്രജാപതി പറഞ്ഞു, ഇതിനെ കൊണ്ട്, യജ്ഞത്തെ കൊണ്ട് നിങ്ങൾ വളർന്നാലും. ഇപ്പൊ നമ്മളെല്ലാവരും എപ്പോഴും യജ്ഞഭാവനയിൽ കഴിയണം.
നമ്മുടെ എല്ലാ കർമ്മങ്ങളും യജ്ഞങ്ങളായി ഭവിക്കണം സ്വാഭാവികമായി. കർമ്മം യജ്ഞമാകുമ്പോൾ സ്വാഭാവികമായി കർമ്മഫലം പ്രസാദമായി. കർമ്മസംബന്ധിയായ മമത്വം നമ്മളെ ബന്ധിക്കാതായി. കാരണം അവിടെ ചെറിയ മമത്വം പോയിട്ട് വലിയ മമത്വമായി. ചെറിയ ചെറിയ മേഖലകളിലല്ല ഇപ്പോൾ മമത്വം. ഇപ്പോൾ മമത്വം ബ്രഹ്മാണ്ടത്തോളം വലുതായി. ജീവൻ പരിമിത ഭാവത്തെ അതിക്രമിച്ചു. അതുകൊണ്ട് യജ്ഞഭാവന ശരിയായ വിധത്തിൽ നമ്മളിൽ വരികയാണെങ്കിൽ സകല ജീവന്റെ പരിമിതികളിൽ നിന്നുമുള്ള ഉയർച്ചയാണത്. അതുകൊണ്ട് തൻ്റെ ഗീതോപദേശത്തിൽ ഭഗവാൻ നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തന്നു, യജ്ഞത്തെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. യജ്ഞത്തെ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. 3 കർമ്മങ്ങളെ ഒഴിവാക്കരുതെന്ന് ഭഗവാൻ പറഞ്ഞു. 3 കർമ്മങ്ങളെ ഒഴിവാക്കരുത്. ഏതൊക്കെയാണ് 3 കർമ്മങ്ങൾ? യജ്ഞം, ദാനം, തപസ്. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. ഓർമ്മിക്കുക. യജ്ഞദാന തപകർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞം, ദാനം, തപസ്, ഈ 3 കർമ്മങ്ങൾ ന ത്യാജ്യം ഒരിക്കലും ത്യജിക്കപ്പെടരുത്. കാര്യമേവ തത് അത് ചെയ്യപ്പെടേണ്ടതാകുന്നു, സദാ ചെയ്യപ്പെടേണ്ടതാകുന്നു. നമ്മൾ ഏവരും ഓർമ്മിക്കുക. ഒരു കാരണവശാലും ഒഴിവാക്കാതെ ദിവസവും അനുഷ്ഠിക്കാൻ ഭഗവാൻ വിധിച്ചിരിക്കുകയാണ് ഈ 3 കർമ്മങ്ങളെ. ചോദ്യം, എന്തിനാണത്? ഭഗവാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കണം. യജ്ഞം, ദാനം, തപസ് എന്നിവയെ ഉപേക്ഷിക്കരുത്, അവയെ ചെയ്യണമെന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കണം. കാരണം പറഞ്ഞു തന്നു, യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണം. യജ്ഞം, ദാനം, തപസ് എന്നിവ പവിത്രകരങ്ങളാണ്, നമ്മെ പവിത്രരാക്കി മാറ്റുന്നു, നമ്മുടെ അന്ധകരണത്തെ ശുദ്ധമാക്കി മാറ്റുന്നു. അന്ധകരണത്തിന്റെ പരിപൂർണ ശുദ്ധിയിൽ പിന്നെ നേടാൻ ഒന്നുമില്ല. സത്വശുദ്ധവും ധ്രുവാ സ്മൃതി. അന്ധകരണത്തിന്റെ പരിപൂർണ ശുദ്ധിയിൽ ആത്മബോധം സുനിശ്ചിതമാകുന്നു എന്ന് ഉപനിഷത്ത് പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ചിത്തത്തെ ശുദ്ധമാക്കുന്നതിന് ഹേ അർജുന, നമ്മൾ ഓരോരുത്തരോടും പറയാണ്, യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങളെ ഒഴിവാക്കരുത്. യജ്ഞം നേരത്തെ പറഞ്ഞു, ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുന്ന എല്ലാം യജ്ഞങ്ങളാണ്. ഈ സമാജരൂപിയായിരിക്കുന്ന ഭഗവാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സേവകളും യജ്ഞങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ? ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നുണ്ടോ? ഒരാളോട് നല്ല വാക്ക് പറയുന്നുണ്ടോ? ഒന്നും വേണ്ട, ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ടോ? അതുപോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഒന്ന് തുറന്ന് ചിരിക്കുന്നത് തന്നെ കുറഞ്ഞിരിക്കുക. ചിരിച്ചതിൽ വേറെന്തോ ഒരർത്ഥം ഉണ്ടോ എന്നാണ് ചിന്തിക്കുക. ഈ പ്രപഞ്ചം മുഴുവൻ, ഇവിടുത്തെ എല്ലാ ജീവരാശിയും സഹയജ്ഞന്മാരാണെന്ന ആ ഒരു വീക്ഷണത്തോടു കൂടി നമ്മൾ എന്ത് സേവ ചെയ്യുന്നുണ്ടോ അതെല്ലാം യജ്ഞമാണ്. അതെല്ലാം യജ്ഞമാണ്.
യജ്ഞം എന്ന് പറയുമ്പോൾ കേവലം സ്വാഹ മന്ത്രത്തോടു കൂടി ചെയ്യുന്ന അഗ്നിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് വ്യത്യസ്ത ദേവതകളെ ഉദ്ദേശിച്ച് മന്ത്രസഹിതം ചെയ്യുന്ന ഹവിരർപ്പണങ്ങൾ മാത്രമല്ല. അത് യജ്ഞമാണ്, യജ്ഞഭാവന ഉണ്ടെങ്കിൽ. യജ്ഞഭാവന ഇല്ലെങ്കിൽ അത് യജ്ഞമാവുകയില്ല. യജ്ഞത്തെ യജ്ഞമാക്കുന്നത് ഭാവനയാണ്. അതുകൊണ്ട് യജ്ഞം, ദാനം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ദാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, അത് ഞാൻ കൊടുക്കുന്നു, കൊടുക്കുന്ന ഞാൻ കേമൻ അല്ല. ദാനശബ്ദത്തിന് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ നൽകുന്ന അർത്ഥവ്യാഖ്യാനം യഥാശക്തി സംവിഭാഗം എന്നാണ്. ശക്തിക്കനുസരിച്ച് വിഭജിക്കുന്നത്. നമുക്ക് എന്തുണ്ടോ അതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. നമുക്ക് എന്തുണ്ടോ അത് നമുക്ക് ലഭിച്ചതാണ്. സത്സംസ്കാരം നമ്മൾക്കുണ്ടോ, ജന്മജന്മാന്തരങ്ങളിലെ കർമ്മങ്ങളിലൂടെ ലഭിച്ചതാണ്. ധനമുണ്ടോ, ലഭിച്ചതാണ്. വിദ്യയുണ്ടോ, ലഭിച്ചതാണ്. അന്നമുണ്ടോ, ലഭിച്ചതാണ്. ഇന്നതെന്നില്ല. എന്ത് നമുക്ക് സമ്പത്തുണ്ടോ അതെല്ലാം നമുക്ക് ലഭിച്ചതാണ്. എത്രയെത്ര ദേവതകളുടെ അനുഗ്രഹം കൊണ്ട്. ചിന്തിക്കുക. നമുക്ക് തിരിച്ചറിവ് പോലും ഇല്ലാത്ത, നമ്മൾ ഇന്ന് വരെ ഓർക്കുക പോലും ചെയ്തിട്ടില്ലാത്ത എത്രയോ ദേവതകളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് ഈ സമ്പദ് ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായത്. അതെ, അറിയാവുന്ന ദേവതകളെയൊക്കെ നിരൂപണം ചെയ്യും. വായു, വെള്ളം, സൂര്യൻ, ചന്ദ്രൻ, ഇനി വെള്ളം തന്നെ നദീരൂപത്തിൽ, ഭൂമി, എത്ര 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 കോടാനുകോടി ദേവതകൾ. ഈ ദേവതകളുടെ മുഴുവൻ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിവിടെ ഇരിക്കാൻ പോലും സാധിക്കുന്നത്. എല്ലാം നമുക്ക് ലഭിച്ചതാണ്. ഈ തിരിച്ചറിവുണ്ടാവുക. ലഭിച്ചവന്റെ കർത്തവ്യമാണ് പങ്കുവയ്ക്കുക എന്നത്. നമുക്ക് സമാജത്തിൽ നിന്ന് ലഭിച്ചു, സമാജവുമായി നാം പങ്കുവയ്ക്കണം. നമുക്ക് വ്യക്തികളിൽ നിന്ന് ലഭിച്ചു, വ്യക്തികളുമായി നമ്മൾ പങ്കുവയ്ക്കണം. ദേവന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചു, ദേവന്മാരുമായി നമ്മൾ പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കാത്തവന്റെ പേര് കള്ളൻ എന്നാണ്. തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേസ്തേന ഏവ സഹ. അനേക ദേവതകളുടെ അനുഗ്രഹഫലമായി ലഭിക്കുന്ന വസ്തുവകകളെ പുനരർപ്പണം ചെയ്യാതെ ആര് ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്നുണ്ടോ, ഒറ്റയ്ക്ക് അനുഭവിക്കുന്നുണ്ടോ, അവന്റെ പേര് കള്ളൻ എന്നാണ്. സ്തേന ഏവ സഹ. കള്ളനാണ്. നമ്മളൊക്കെ ആലോചിക്കുക, നമ്മൾ എത്രമാത്രം കള്ളന്മാരാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഒരിക്കൽ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രഭാഷണം കഴിഞ്ഞ് സംശയ നിവാരണ സമയത്ത് എഴുതി ചോദിക്കുകയല്ല, നേരിട്ട് ചോദിക്കുകയാണ്. ഒരാൾ ചോദിച്ചു, നിങ്ങൾ കള്ളനാണല്ലോ. മുഖത്ത് നോക്കിയിട്ട, അത് നല്ലതാണ്. ചോദിക്കുന്നത് മുഖത്ത് നോക്കി ചോദിച്ചൊരു സന്തോഷം. നമുക്ക് വ്യക്തമായിട്ട് ചോദ്യം മനസ്സിലായി, അതിന് ഉത്തരവും നൽകി. പക്ഷെ അയാളുടെ രണ്ടാമത്തെ ചോദ്യം എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് ഉത്തരവും നൽകിയില്ല. നിങ്ങളെപ്പോലുള്ളവരൊക്കെ കള്ളന്മാരാണല്ലോ. ആദ്യത്തെ ചോദ്യം സ്പഷ്ടമാണ്, നിങ്ങൾ കള്ളനാണല്ലോ, അതെനിക്ക് അറിയാവുന്ന വിഷയമാണ്. രണ്ടാമത്തത് എനിക്ക് അറിയാത്ത വിഷയമാണ്, നിങ്ങളെപ്പോലുള്ളവർ. ആരാ നിങ്ങളെപ്പോലുള്ളവർ? എന്നെ പോലെ ആരാ? എന്നെ പോലെ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, ഒരാളും ഇല്ല. എന്നെ പോലെ വേറെ ആരാള്? ആരുമില്ല. കൊച്ചു കുട്ടിയാവുമ്പോ
ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയപ്പോൾ ബന്ധത്തിൽപ്പെട്ട ഒരാൾ കണ്ടു എന്ന് തോന്നിയപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു, എന്നെ പോലെ ഒരാളുണ്ട് കേട്ടോ ടൗണിൽ. കൊച്ചു കുട്ടിയാവുമ്പോഴാണ്, അമ്മേ എന്നെ പോലെ ഒരാളുണ്ട് കേട്ടോ കാഴ്ചക്ക്, എന്നെപ്പോൾ തന്നെ ഒരു കുട്ടിയുണ്ട് അവിടെ. ആ അങ്ങനെ ഉണ്ടാവുന്ന പറയണത്. ലോകത്തിൽ ഒരു 7 പേരുണ്ടാവൂത്രേ ആകെ സമാനമായ ചില കാഴ്ചയ്ക്കൊക്കെ സാമ്യമുള്ള ആൾക്കാരെന്ന് അമ്മയും പറഞ്ഞു. പ്രശ്നം തീർന്നു. പക്ഷെ എനിക്കറിയാം എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, ലോകത്ത് ആരുമില്ല. പിന്നെ ആ മുഖൻ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? സന്യാസി എന്നാണോ? പറയാൻ പാടില്ല. കാരണം ഒരു ഗൃഹസ്ഥൻ കള്ളനായാൽ എല്ലാ ഗൃഹസ്ഥന്മാരെയും കള്ളന്മാരെന്ന് വിളിക്കാറില്ല. ഒരു ഗൃഹസ്ഥൻ മോഷണം ചെയ്താൽ എല്ലാ ഗൃഹസ്ഥന്മാരും മോഷണം ചെയ്തു എന്ന് പറയാറുണ്ടോ? ഇല്ല. ഒരു ഗൃഹസ്ഥൻ നെറുകേട് ചെയ്താൽ എല്ലാ ഗൃഹസ്ഥന്മാരും നെറുകേട് ചെയ്തു എന്ന് പറയാറില്ല. എന്നിരിക്കെ ഒരു സന്യാസി നെറുകേട് ചെയ്താൽ എല്ലാ സന്യാസിമാരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. അപ്പൊ നിങ്ങളെപ്പോലുള്ളവരാരാ? സന്യാസിയല്ല എന്തായാലും. പിന്നെ മനുഷ്യനോ? എങ്കിൽ അവരും ഞാനും മനുഷ്യന്മാര് തന്നെ. പിന്നെ ആരാ നിങ്ങളെപ്പോലുള്ളവർ? മനസ്സിലായില്ല. ഇന്ത്യക്കാരാണോ? പിന്നെ എന്താ അവന് ഉദ്ദേശം അറിയില്ല, അതുകൊണ്ട് അവന് ഉത്തരവുമില്ല. പക്ഷെ ആദ്യം ചോദിച്ച ചോദ്യം സ്പഷ്ടമാണ്, നിങ്ങൾ കള്ളനാണല്ലോ. നമ്മൾ പറഞ്ഞു അതെ, ഞാൻ കള്ളനാണ്, പെരുങ്കള്ളൻ. ഞാൻ പെരുങ്കള്ളനാണ്. കള്ളനാണെന്ന് മാത്രമല്ല, ഞാൻ കള്ളനാണെന്ന അറിവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ കള്ളനാണെന്ന ബോധത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നീയും കള്ളനാ, നിനക്കതറിയോ? ഇയാള് പാവാങ്ങ് ചമ്മിപ്പോയി. എനിക്ക് ഇങ്ങോട്ട് പറയാം, അങ്ങോട്ട് കേട്ടൂടാ പറഞ്ഞാൽ ന്യായമില്ലാത്തതാണ്. പാവം ആരുടെയൊക്കെയോ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഈ പറഞ്ഞത്. ഗതികേട് കൊണ്ട് ചോദിച്ചതാ, അല്ലാണ്ട് അയാൾ അങ്ങനെ ചോദിക്കാൻ വിചാരിച്ച ആളൊന്നും അല്ല. ചോദിക്കണത് ഒരു കോളറൊക്കെ പൊക്കിയിട്ടാണ്, എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്ന മട്ടിലൊക്കെയാണ്. അവിടെ കൂടിയ ബഹുഭൂരിപക്ഷം പേർക്കും ഒരു വിഷമം പോലെ സ്വാമി കള്ളനാന്ന് അംഗീകരിച്ചപ്പോൾ. എന്തിനിവൻ വേണ്ടാത്ത ചോദ്യമൊക്കെ ചോദിച്ചു എന്നുള്ള മട്ടിൽ എവനെ നോക്കുന്നുണ്ട്. സ്വാമി എന്തിനിങ്ങനെ, അഥവാ കള്ളനാണെങ്കിൽ തന്നെ അംഗീകരിക്കണത് എന്തിനാന്നുള്ള മട്ടിൽ സ്വാമി എന്നെ നോക്കുന്നുണ്ട്. ഇത് കഥയെല്ലാം ഉണ്ടായ സംഭവമാണ്, കുറച്ചു മുമ്പാണ്. അധികം മുമ്പൊന്നുമല്ല, 2 കൊല്ലമായിട്ടുള്ളൂ, 2-3 കൊല്ലമായിട്ടുള്ളൂ. ഞാൻ കള്ളനാണ്. നമ്മൾ ഒരു ദിവസം ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്രയാണ്? ഒരു ദിവസം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ വില എത്ര? എത്ര പേര് കൂട്ടിയിട്ടുണ്ട്? വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഒക്കെ. അത് മുടക്കണില്ല, അതങ്ങനെ വലിച്ചു കയറ്റുക. ഓരോ വലിയിലും എത്ര മൈക്രോ മില്ലിഗ്രാം ഓക്സിജൻ ഉണ്ടെന്ന് കണക്കെടുക്കുക. ഇൻറ്റു 50-നും 60-നും ഇടയ്ക്ക് ഒരു മിനിറ്റിൽ ശ്വസിക്കുന്നുണ്ട് നമ്മൾ. ഏറ്റവും ചുരുക്കായിക്കോട്ടെ 50, അതിനേക്കാൾ കുറയില്ല. ഇൻറ്റു 60 ഇൻറ്റു 24 ഒരു ദിവസമായി. ഏതെങ്കിലും ഒരു ഇവിടെ അടുത്ത് ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് മെഡിക്കൽ ഓക്സിജന്റെ വില ചോദിക്കുക, ഇത്ര കിലോഗ്രാം ഓക്സിജന് എത്ര ഉറുപ്പ്യാവും? നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ദിവസം ഞാൻ വലിച്ചു കേട്ടിട്ടുണ്ടോ ഇത്രയോ? അവിടെ നിൽക്കട്ടെ. ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ വില എത്രയാണ്? ഒരു കുപ്പിക്ക് 15 ഉറുപ്പ്യ 20 ഉറുപ്പ്യ ഒന്നും ഇടണ്ട, അതൊക്കെ കൊള്ള ലാഭമാണ്. ഒരു 2 ഉറുപ്പ്യ ഇട. എങ്കിൽ തന്നെ നമ്മൾ എത്ര രൂപയുടെ വെള്ളം ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്? പ്രത്യേകിച്ച് മലയാളികൾ അനാവശ്യമായി വെള്ളത്തെ നശിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്യുന്നതാണ് നമ്മുടെ ഏറെ പേരുടെയും പരിപാടി. ഒരു പാട്ട കൊണ്ട് നമ്മൾ തന്നെ മറ്റൊരു രാജ്യത്ത് പോയാൽ ചെയ്യുന്ന വെള്ളം ഇവിടെ ഒരു ബക്കറ്റ് കൊണ്ട് ചെയ്യും. അതെ, അതേ നമ്മൾ തന്നെ ജലം ദൗർലഭ്യമുള്ള ഒരു പ്രദേശത്ത് ഒരു കുപ്പി കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അതേ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 ലിറ്ററുള്ള ബക്കറ്റ് ഉപയോഗിച്ചാലും മതിയാവില്ല.
ഇതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ, സംശയമില്ല. സാന്ദർഭികമായി പറയുന്നതാണ്. അതിൻ്റെ ഒരു വില കൊടുക്കും. ശ്രീനാരായണ ഗുരുദേവൻ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ, ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും പറയണ്ട. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരുപാട് സംഖ്യ വരും. അന്നോ വസ്ത്രമൊക്കെ ഭഗവാൻ ഇങ്ങനെ തരും, അതിൻ്റെയൊക്കെ ഒരു പൈസ കൂട്ടി വെക്കുക. ഭഗവാൻ തരുന്ന ഞാൻ കാശ് കൊടുത്ത് മേടിക്കണതാ. ഇവിടെ കാശ് കൊടുത്ത് മേടിച്ചാൽ ഇറക്കാൻ പറ്റുക? ഒക്കെ ഉണ്ടാക്കി വെച്ചു. പായ കുളക്കണമെങ്കിൽ, അകത്തേക്ക് ആക്കണമെങ്കിൽ, ആക്കി തന്നെ ഇറങ്ങണമെങ്കിൽ നമ്മൾ ആരും മറന്നു പറഞ്ഞു പോകരുതേ. ഒരു സെക്കൻഡ് വേണ്ട ഇതൊന്നും ബ്ലോക്ക് ആവാൻ, ഒറ്റ സെക്കൻഡ് ചിന്തിക്കാം. പക്ഷെ നമ്മൾ പറയും, നിന്നെ ഞാൻ കാണിച്ചു തരാം, ഒരു പാഠം നിന്നെ പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ വേറൊരാൾ വെറുതെ വിടാത്തത്. അതെ, ചിന്തിക്കുക, മറന്നു പോകരുത്, ഒരിക്കലും മറക്കരുത്. ഇരിക്കട്ടെ, ഇത്രയൊക്കെ കണക്ക് കൂട്ടിയാൽ തന്നെ ധാരാളം. ഇനി ധനതത്വശാസ്ത്രത്തിൽ സാമാന്യമായൊരു നിയമമാണ്, നമ്മൾ ഉപഭോഗിക്കുന്നതിനേക്കാൾ ഏറെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സേവനമാണ്, സർവീസ് എന്ന് പറയാം. ഉപഭോഗിക്കുന്നതിനേക്കാൾ കുറച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചൂഷണമാണ്. ഉപഭോഗിക്കുന്നതിന് തുല്യമാണ് തിരിച്ചു കൊടുക്കണമെങ്കിൽ സേവനമല്ല, ചൂഷണമല്ല. ഇത്രയും പരിഗണിച്ചാൽ എനിക്കൊരു വിഷയം ഉറപ്പാണ്, ഞാൻ ഉപഭോഗിക്കണ അത്രയൊന്നും സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണില്ല. ഞാൻ പലതും ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യണമെന്ന് ഇവിടെ വിളിച്ചു വിളമ്പേണ്ട ആവശ്യമില്ല. പലതും ചെയ്യുന്നുണ്ട്, ദിവസവും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മുടെ സമാജത്തിൽ നമ്മളാൽ കഴിയുന്ന പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഗണിച്ചാലും, അതിനൊക്കെ ഒരു മൂല്യം കൽപ്പിച്ചാലും എനിക്ക് ഉറപ്പാണ് ഞാൻ സ്വീകരിക്കുന്ന അത്രയൊന്നും തിരിച്ചു കൊടുക്കണില്ല. അപ്പം ഞാൻ കള്ളനല്ലേ? തൈർദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. കള്ളൻ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. സ്തേനൻ, സ്തേനൻ ചാ പെരുങ്കള്ളൻ. നമ്മളൊക്കെ കള്ളന്മാരാണെന്ന് ഓർമ്മിക്കുക. അയ്യോ, അത്രയും നേരം ദിവസം പറഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവസാനം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഉപസംഹരിക്കണ ദിവസം നമ്മൾ കള്ളന്മാരാണെന്നാണോ പറഞ്ഞ് നിർത്തണത്? അതെ. അപ്പൊ ഈ കള്ളൻ എന്നുള്ളതൊന്ന് കുറയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കണ്ടേ? കള്ളൻ അല്ലാണ്ടാവാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ഒന്ന് കുറയ്ക്കണ്ടേ ആ കള്ളന്റെ തോത്? പെരുങ്കള്ളൻ എന്നുള്ളതിൽ നിന്ന് മാറിയൊരു സാമാന്യ കള്ളനായാലൊരു സുഖ. അതിന് എല്ലാവരും പരിശ്രമിക്കണം. അതിന് പരിശ്രമിച്ചേ മതിയാവും. എല്ലാ മേഖലകളിലും ഒരു വൃക്ഷത്തൈ കുഴിച്ചിടുക, അത് മതി. അതിനെ ഒരു ആളാക്കുന്നവരെ പരിപാലിക്കുക, അത് മതി. ഒരിക്കല് ഒരാള് നമ്മളോട് നേരിട്ട് ചോദിച്ചു, സ്വാമിയുടെ പേരൊക്കെ കുറെ കാലമായി കേൾക്കണത്, സ്വാമിക്ക് നല്ല ഡെപ്പോസിറ്റ് ഉണ്ടോ ബാങ്കിൽ, നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? നമ്മളുണ്ട്, ഒരുപാടുണ്ട്, കണ്ടമാണ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. എനിക്കൊരൊറ്റ സ്ഥലത്ത് തന്നെ കൊളത്തൂര് മാത്രം 100 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെന്റ് ഒരൊറ്റ സ്ഥലത്തുണ്ട്. ഒറ്റ സ്ഥലത്ത് 100 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇയാൾക്ക് എന്തൊരു ബഹുമാനായി എന്നറിയാം. സ്വാമി ആള് കേമം തന്നെ, ഒറ്റ സ്ഥലത്ത്. അയാളെന്ത് മനസ്സിലാക്കിയെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അയാൾ വലിയ പൈസക്കാരനാന്ന് വിചാരിച്ചോട്ടെ, നല്ല ചോദിച്ചാൽ കടം ചോദിച്ചാൽ കിട്ടും. ഞാൻ ഉദ്ദേശിച്ച ഇത്രയേ ഉള്ളൂ, ആശ്രമത്തിന്റെ മുറ്റത്ത് തന്നെ ഒരു ആൽമരം കുഴിച്ചിട്ടിട്ടുണ്ട്. ഇത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒരാൽമരം, അതിൻ്റെ ആയുഷ്കാലം പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ വില 100 കോടി രൂപയാണ്. ഇത് വെറുതെ പറയുന്നതല്ല, ശാസ്ത്രീയമായി ആൽമരത്തിന്റെ ആയുസ്സും ഒരു ദിവസം ആൽമരം പുറത്തേക്ക് വിടുന്ന ഓക്സിജന്റെ അളവും അതിൻ്റെ വിലയും എല്ലാം കൂടി ഗണിച്ച് ശാസ്ത്രജ്ഞന്മാർ നമ്മളോട് പഠിപ്പിച്ചു തരുന്നു. ഒരാൽമരം ആവറേജ് ആയുഷ്കാലത്ത്
100 കോടി രൂപ വിലയുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിലേക്ക് തരുന്നു. ചിന്തിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്കാവുന്നത് ചെയ്യാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിശന്ന് ആരെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇരിക്കടാ, നിന്റെയൊക്കെ കർമ്മഫലം അനുഭവിച്ചു തീർക്ക് എന്ന് പറഞ്ഞ് ആ കർമ്മഫലം നമ്മുടേതാക്കരുത്. മറിച്ച് നമ്മളാൽ കഴിയുന്നത് പങ്കുവയ്ക്കാം. കഴിയുന്നത് ഒരാളോട് നല്ല വാക്ക് പറയാം, ഒന്ന് പുറം തട്ട് തലോടി കൊടുക്കാം. നമുക്ക് ഒത്തൊരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിമിതമായി നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ഒത്തൊരുമിച്ചാൽ, ഓരോ പ്രദേശത്തുള്ളവരും ഒത്തൊരുമിച്ചാൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. ഇവിടെ പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുന്നവരുണ്ടാവും. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് എല്ലാ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങൾ ഉണർന്നു കഴിഞ്ഞു. ഓരോ ക്ഷേത്രക്കാരും ഒന്ന് വിചാരിച്ചാൽ മതി, ആ പ്രദേശം, ആ ക്ഷേത്രത്തിന്റെ തട്ടകം എടുത്തിട്ട് അവിടെ വിവിധങ്ങളായ സേവകൾ ചെയ്യാൻ നിശ്ചയിച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു ഭാവം മാറ്റാം. ഇങ്ങനെ നമ്മളാൽ കഴിയുന്ന സേവനം ചെയ്താൽ, കഴിയുന്നത് നമുക്ക് ഈ കള്ളെന്നുള്ള തോത് കുറയ്ക്കാം. അതെല്ലാം പങ്കുവെക്കലാണ്. ഈ പങ്കുവെക്കലെല്ലാം യജ്ഞത്തിലും ഉൾപ്പെടും, ദാനത്തിലും ഉൾപ്പെടും. പിന്നെ ഭഗവാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒഴിവാക്കാൻ വയ്യാത്ത മറ്റൊരു കർമ്മം, തപസ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നതും ഈ തപസ്സാണ്. തപസ്സെന്ന് പറയുമ്പോൾ വികലമായ ഒരു ധാരണയും നമുക്ക് ഉണ്ടാവേണ്ടതില്ല. കാരണം ചിത്രകഥകളും മറ്റും നമുക്ക് സമ്മാനിച്ച ഒരുപാട് വികല വീക്ഷണങ്ങളുണ്ട്. തപസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം? തപസ് ഒരു പുഴയുടെ തീരത്ത് ഇനി അങ്ങോട്ട് മെലിയാനില്ലാത്ത വിധം മെലിഞ്ഞ് നീണ്ടൊരു താടി വേണ്ടേ? അത് നിർബന്ധമാണ്. പിന്നെ കൈവെക്കാൻ ഒരു മരത്തിൻ്റെ ഒരു തണ്ട് വേണ്ടേ? അതും വേണം. പിന്നെ കാഷായ വസ്ത്രം വേണ്ടേ? കാവി, അതും വേണം. എന്നിട്ട് അങ്ങനെ ഇരിക്കുകയല്ല. ഇങ്ങനെ ചില ചിത്രങ്ങൾ നമുക്ക് മുത്തശ്ശിമാരും ചിത്രകഥകളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധവും തപസ്സിനില്ലെന്നാണ്. അല്ല, നമ്മുടെയൊക്കെ ജീവിതം തപസ്സാണ്. നമ്മുടെയൊക്കെ ജീവിതം തപസ്സായിരിക്കണം. ശങ്കരാചാര്യ സ്വാമികളോ ഭഗവാൻ ഭാഷ്യകാരൻ ഒരിടത്ത് സ്വവർണാശ്രമ ധർമ്മേണ തപസ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവനവന്റെ വർണ്ണാശ്രമ ധർമ്മത്തെ പാലിക്കുന്നത് തപസ്സാണ്. ഒരു വിദ്യാർത്ഥി ധർമ്മത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് തപസ്സാണ്. വിദ്യാർത്ഥിയുടെ ധർമ്മം പഠിക്കുക എന്നുള്ളതാണ്, മറ്റൊന്നുമല്ല. അത് പഠിക്കുകയും പോരാടുകയും ഒന്നുമല്ല. പഠിക്കുക, പോരാടുക അല്ല, പഠിക്കുകയാണ്. അതാണ് അവന്റെ ധർമ്മം. ഗൃഹസ്ഥാശ്രമി ഉത്തമമായ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ പാലിക്കുമ്പോൾ നല്ല രീതിയിൽ സന്താനോൽപാദനം ചെയ്യുന്നു. കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ ഐശ്വര്യവത്താക്കി നിലനിർത്തുന്നു. സാമ്പത്തികമായി ഭദ്രതയുള്ള കുടുംബങ്ങളാക്കി നിലനിർത്തുന്നു. നമ്മുടെ കുടുംബങ്ങളെ ശക്തമാക്കി നിലനിർത്തുന്നു. സ്വത്ത് വിറ്റ് നശിപ്പിക്കാതെ ദിവസവും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യുന്നു. ഓരോ സന്ദർഭം വരുമ്പോഴും ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെ തിരിച്ചറിഞ്ഞ് കുശലതയോടുകൂടെ ചെയ്യുന്നു. അങ്ങനെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെ ഭംഗിയായി പരിപാലിച്ചാൽ അത് തപസ്സാണ്. വാനപ്രസ്ഥൻ ഇന്നില്ലാതെ പോകുന്ന ഒരു വിഭാഗമാണ്
വാനപ്രസ്ഥന്റെ കാലമായി, വാനപ്രസ്ഥനാവാനുള്ള കാലമായി എന്നുള്ള സൂചനകൾ തന്നെ നമ്മൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നവരാണ്. എങ്കിലും ഉണ്ടല്ലോ, അതുകൊണ്ട് പറയട്ടെ. സൂക്ഷ്മ ഉപാസനകളെ അനുഷ്ഠിച്ച് ചിത്തശുദ്ധിക്കായി കൊണ്ട് പരിശ്രമിക്കുന്നത് വാനപ്രസ്ഥന്റെ തപസ്സാണ്. ആത്മാനുസന്ധാനത്തിൽ കഴിയുന്നത് സന്യാസിയുടെ തപസ്സാണ്. ഇങ്ങനെ ഓരോ ആശ്രമത്തിൽപ്പെട്ടവരും അതത് ആശ്രമത്തിന് ഉചിതമായ ധർമ്മം ആചരിക്കുന്നത് തപസ്സാണ്. ഇനി കുറച്ചും കൂടി മറ്റൊരു വിധാനത്തിൽ ഇരുന്ന് പറഞ്ഞാൽ, മനസ്സേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപ. മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രത സമ്പാദനത്തിന് വേണ്ടി ചെയ്യുന്നതൊക്കെയും തപസ്സാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ, ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കാൻ ചെയ്യുന്നതൊക്കെയും തപസ്സാണ്. അപ്പൊ നമ്മുടെ കരണങ്ങളെ നിയന്ത്രിക്കാൻ, നിയമിക്കാൻ, ശുദ്ധമാക്കാൻ നാം ചെയ്യുന്ന ജീവിതക്രമങ്ങളൊക്കെ തപസ്സാണ്. ഈ തപസ് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യേണ്ടതെന്ന് വിഭക്തങ്ങളാണ്. ഇങ്ങനെയുള്ള തപസ്സുകളെ അനുഷ്ഠിക്കുക. യജ്ഞം, ദാനം, തപസ് ഇവയെ ഒരു കാരണവശാലും ഒഴിവാക്കാൻ വയ്യ. ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ കർമ്മത്തെ കൂടുതൽ കൂടുതൽ ഉത്കൃഷ്ടമാക്കി തീർക്കുകയാണ് ഇവിടെ നാം യജ്ഞദാന തപസ്സുകളിലൂടെ. ഒരിക്കലും ഒഴിവാക്കാൻ വയ്യ എന്ന് പറഞ്ഞു യജ്ഞദാന തപസ്സുകളെ. അങ്ങനെ ജീവിതത്തിൽ നാം അനുഷ്ഠിക്കുന്ന യജ്ഞദാന തപസ്സുകളിലൂടെ കൂടുതൽ 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 ചിത്തശുദ്ധി സമാർജിതമാകുന്നു. വിവേകം ദൃഢമാകുന്നു, സ്ഥിതമാകുന്നു. അങ്ങനെ വരുമ്പോൾ എപ്രകാരമാണോ കൃതാർത്ഥമാകുന്ന പുഷ്പം കൊഴിഞ്ഞു പോകുന്നത്, എപ്രകാരമാണോ കൃതാർത്ഥമാകുന്ന കായ പൊട്ടിപ്പിളർന്ന് പതിക്കുന്നത്, എപ്രകാരമാണോ ഉണങ്ങിയ ഇലകളും മറ്റും കൃതാർത്ഥമായി പതിക്കുന്നത്, അതുപോലെ കർമ്മങ്ങളും അങ്ങ് പതിക്കും. ഇപ്പൊ യജ്ഞം, ദാനം, തപസ് എന്നിവ ഒരു കാരണവശാലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഉപേക്ഷിക്കരുത്, പക്ഷെ ഉപേക്ഷിതമാവുന്ന അവസ്ഥ വരും. ഒന്ന് നോക്കൂ, ഒരു പൂവിൻ്റെ മൊട്ട്, ആ മൊട്ട് പൂവായി വിടരുന്ന പ്രതിഭാസം അല്പമൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടും ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തെ നോക്കിയിട്ട്. കാരണം അതിലോലമായ ആ മൊട്ടിൻ്റെ ദളങ്ങള് അതിങ്ങനെ വികസിച്ചു വരികയാണ്. അതിലോലമായ ആ ദളങ്ങളുടെ അപേക്ഷയിൽ എത്ര വലിയൊരു അന്തരീക്ഷ സമ്മർദ്ദത്തെയാണ് അത് വകഞ്ഞു മാറ്റി ജയിക്കുന്നത്. നമുക്ക് അത്ര വലിയൊരു മർദ്ദം നമുക്ക് തോന്നില്ല അന്തരീക്ഷത്തിൽ, നമ്മുടെ ബലത്തിന്റെ അപേക്ഷയിൽ. പക്ഷേ ആ മൊട്ടിന്റെ, പൂവിൻ്റെ ദളത്തിന്റെ ലോലതയെ മാനിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. തന്നെ അകത്തേക്ക് അമർത്താൻ ശ്രമിക്കുന്ന അന്തരീക്ഷ സമ്മർദ്ദത്തെ വകഞ്ഞു മാറ്റിയിട്ടാണ് അതൊരു പുഷ്പമായി വിടരുന്നത്. ആ പുഷ്പം നിലനിന്നു. പതുക്കെ 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 അതിനുള്ളിൽ കായ രൂപപ്പെട്ടു. കായ രൂപപ്പെടുന്ന പ്രക്രിയ പൂർത്തിയായി കഴിഞ്ഞാൽ പുഷ്പം അപ്രസക്തമായി. അത് വാടി, ചിലപ്പോൾ ഉണങ്ങി താഴേക്ക് നിലം പതിക്കുന്നു. ഇപ്പോൾ കായയായി. കായയെ നിലനിർത്താൻ
ചെടി വലിയ തപസ് ചെയ്യുന്നു. ആ ചെടിയുടെ വലിയ തപസ്സിന്റെ ഫലമായി കായ നിലനിൽക്കുന്നു. ആ ചെടി പൂർണ്ണമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കായയ്ക്ക് കൊടുക്കുകയാണ്. വളരെ വളരെ കായ വളർന്നു വലുതായി. ഉള്ളിൽ വിത്തുകൾ ഏറ്റവും പാകപ്പെട്ടു. പാകമായി കഴിഞ്ഞപ്പോൾ കായ പൊട്ടിപ്പിളരുകയാണ്. അത് അപ്രസക്തമായി. ഇനി കായയ്ക്ക് പ്രസക്തിയില്ല, വിത്തായി കഴിഞ്ഞു. ഇത് പ്രപഞ്ച നിയമമാണ്. അതുകൊണ്ട് യജ്ഞം, ദാനം, തപസ് എന്നിവയെ ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഭഗവാൻ പറഞ്ഞു. ശരിയാണ്, പ്രാഥമിക തലത്തിലെ കർമ്മങ്ങളെ അതിക്രമിക്കാനും കർമ്മങ്ങളെ കൊണ്ട് ചിത്തശുദ്ധിയും ഏകാഗ്രതയും നേടാനും യജ്ഞദാന തപസ്സുകൾ മാത്രമേ നമുക്കുള്ളൂ. എന്നാൽ അവയെ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി അവയും അപ്രസക്തമാകുമ്പോൾ അവയും കൊഴിഞ്ഞു പോകും. അങ്ങനെ സകല കർമ്മങ്ങളും കൊഴിഞ്ഞു പോകും. എപ്പോ? അവ അപ്രസക്തമാകുമ്പോൾ. എപ്പോഴാണ് അവ അപ്രസക്തമാകുന്നത്? നേരത്തെ നമ്മൾ ചിന്തിച്ചു. ഇവിടെ എല്ലായിടത്തും വെള്ളം നിറഞ്ഞ് പരന്നിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കിണറും കുളവും അപ്രസക്തമാകുന്നത് പോലെ, അതുപോലെ സർവാത്മദൃഷ്ടി കൈവരുമ്പോൾ, അഥവാ ഈ കാണാകുന്ന പ്രപഞ്ച വികാരങ്ങൾ ഒന്നുമല്ല പരമായത്, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ സത്യം സാക്ഷാത്കരിക്കപ്പെട്ടിട്ടതാണ്. ഈ ലോകവും പരലോകവും അതിലെ ഫലവിശേഷങ്ങളും ഒന്നും എന്നെ സംബന്ധിച്ച് പ്രസക്തമല്ലാതായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായ സത്യസാക്ഷാത്കാരം ഒന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ച് പ്രസക്തമായത്. ഈ ഒരു തിരിച്ചറിവ് കൈവരുമ്പോൾ സ്വാഭാവികമായി ഈ തിരിച്ചറിവിലേക്ക് എന്നെ ഉയർത്തിയ കർമ്മങ്ങൾ അപ്രസക്തമായി പതിക്കുന്നു. അപ്പോൾ കർമ്മങ്ങൾ തന്നെ ശുദ്ധഭാവത്തോടുകൂടി ആചരിക്കപ്പെടുമ്പോൾ കർമ്മത്തിനുപരി നമ്മളെ നയിക്കുന്നു. ഈ രഹസ്യം മൈക്കിലൂടെ പറയേണ്ടതല്ല, എങ്കിലും ഘട്ടം ഘട്ടമായി പല വിചാര പ്രക്രിയകളെ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞു. ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 700 ദിവസം പറഞ്ഞാലും തീരില്ല. പക്ഷേ സംഗ്രഹിച്ച് ചില പ്രസക്തങ്ങളായ ആശയങ്ങൾ പറഞ്ഞെന്ന് മാത്രം. ശരി, സന്തോഷം.